ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ചാപ്റ്ററാണ് എ സണ്ണി മോർണിംഗ്. അതായത് നമ്മളെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ടെൻഡർ ടച്ചിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇത് വരുന്നത്, എ സണ്ണി മോർണിംഗ്. നമ്മൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാപ്റ്റർ എന്താണെന്നുള്ളതും അതിലെ കഥ എന്താണെന്നുള്ളതും ഒക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ മിസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് തരികയാണ്, നന്നായി ശ്രദ്ധിച്ചിരിക്കുക. എ സണ്ണി മോർണിംഗ്, എ സണ്ണി മോർണിംഗ്. The morning sun peeped through the window. Sasha, Sasha, it's getting late here. Mother called Sasha in a soft voice. She was half asleep. Oh, Amma, let me sleep a little longer. No, dear, it's already late. Mother came in and gently patted her. Sasha got out of bed, rubbing her eyes. What's that smell? Lovely. She took a deep breath. She rushed to the kitchen. Mother followed her. ഒന്നുകൂടെ വായിക്കുകയാണേ. A sunny morning, a sunny morning. The morning sun peeped through the window. Sasha, Sasha, it's getting late, dear. Mother called Sasha in a soft voice. She was half asleep. Oh, Amma, let me sleep a little longer. No, dear, it's already late. Mother came in and gently patted her. Sasha got out of bed, rubbing her eyes. What's that smell? Lovely. She took a deep breath. She rushed to the kitchen. Mother followed her. ഇവിടെ എന്താണ് പറയുന്നത്? ദ മോർണിംഗ് സൺ പീപ്ഡ് ത്രൂ ദ വിൻഡോ. മോർണിംഗ് സണ്ണ് നമ്മൾ കാണാം അല്ലേ, മോർണിംഗിൽ നമുക്ക് സണ്ണ് വെയിലൊക്കെ ഉദിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ. അതേപോലെ വിൻഡോസിൻ്റെ ഉള്ളിൽ കൂടെ, ജനലിൻ്റെ ഉള്ളിൽ കൂടെ എന്തായിട്ടുണ്ട്, അകത്തേക്ക് സൺലൈറ്റ് അടിക്കാൻ തുടങ്ങി. അപ്പം അമ്മ എന്ത് ചെയ്തു? സാഷ, സാഷ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഹിയർ. അമ്മ പറയാണ്, സാഷനെ വിളിച്ചിട്ട് പറയാണ്, എന്ത്, ഇത് നേരം വൈകിട്ടുണ്ട്, നീ എണീക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു അല്ലേ. ദെൻ എഴുന്നേൽക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. മദർ കോൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. മദർ നമ്മളെ മദറാണെങ്കിലും എങ്ങനെ വിളിക്കുക? നിങ്ങളെ മദർ എങ്ങനെയാണ് നിങ്ങൾ വിളിക്കാറ്? രാവിലെ ഉറക്കത്തിൽ നിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ വിളിക്കാറ്? അതേപോലെ അമ്മ സാഷേനെ വിളിച്ചു. ഷീ വാസ് ഹാഫ് അസ്ലീപ്. അവൾ എന്തായിരുന്നു? പാതി മയക്കത്തിലായിരുന്നു അല്ലേ. നമ്മൾ പെട്ടെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മൾ പെട്ടെന്ന് എണീറ്റ് വരുമോ? ഇല്ല അല്ലേ, ജസ്റ്റ് കണ്ണൊക്കെ തിരുമ്മി അങ്ങനത്തെ രീതിയിലേ വരുള്ളൂ. അതേപോലെ സാഷയും അങ്ങനെ തന്നെ വന്നു. ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. കണ്ണ് തിരുമ്മിക്കൊണ്ട് സാഷ എന്ത് പറഞ്ഞു? അമ്മ, ഞാൻ കുറച്ചുകൂടെ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു. നോ ഡിയർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. വേണ്ട, ഇപ്പം തന്നെ നേരം വൈകിട്ടുണ്ടെന്ന് പറഞ്ഞു. മദർ കെയിം ഇൻ ആൻഡ് ജെന്റ്ലി പാറ്റഡ് ഹർ. പതുക്കെ തലോടിക്കൊണ്ട് പറഞ്ഞു അല്ലേ. ദെൻ സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ്. പെട്ടെന്ന് സാഷ എന്ത് ചെയ്തു? ബെഡിൽ നിന്ന് എണീറ്റു. റബ്ബിങ് ഹെർ ഐസ്. എന്ത് ചെയ്തിട്ടുണ്ട്? നല്ലോണം കണ്ണൊക്കെ തിരുമ്മിക്കൊണ്ട് എഴുന്നേറ്റ് വരികയാണ്. വാട്ട്സ് ദ സ്മെൽ? എന്താ ആ സ്മെല്ല്? എന്താണോ മണം എന്ന് ചോദിച്ചു അല്ലേ. ലവ്ലി. അവൾക്കത് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടിട്ടുള്ള മണമാണെന്ന് പറഞ്ഞു. ദെൻ ഷീ ടുക്ക് എ ഡീപ് ബ്രീത്ത്. അവൾ എന്ത് ചെയ്തു? ഒരു ദീർഘശ്വാസം എടുത്തു. ഷീ റഷ്ഡ് ടു ദ കിച്ചൺ. എന്നിട്ട് എവിടേക്കാണ് പോയത്? ധൃതിയിൽ എവിടേക്കാണ് പോയത്? കിച്ചണിലേക്ക്. മദർ ഫോളോഡ് ഹർ. എന്നിട്ട് എന്ത് ചെയ്തു? മദറും അവളുടെ കൂടെ ഫോളോ ചെയ്തു. അവളുടെ കൂടെ കിച്ചണിലേക്ക് പോയി. ഇവിടെ താഴെ കാണാം അല്ലേ. വൈ ഡിഡ് സാഷ റഷ് ടു ദ കിച്ചൺ? എന്തിനായിരിക്കും സാഷ കിച്ചണിലേക്ക് റഷ് ചെയ്തിട്ട് പോയത്? വാട്ട് വിൽ ഷീ സീ ഇൻ ദ കിച്ചൺ? എന്തായിരിക്കും സാഷ കിച്ചണിൽ കാണുക? ഇത് നമ്മൾ ഓൾറെഡി വർക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്നുകൂടെ ഇത് റിപ്പീറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇവിടെ കണ്ടോ, ഒരു വൈറ്റ് കോളം കണ്ടിട്ടുണ്ടാവും അല്ലേ, മദർ പറയുന്നത്. അവിടെ എന്തായിരിക്കും മദർ പറയാന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. അത് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്താ ചെയ്യുക, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതേപോലെ ഒന്നും കൂടെ വായിച്ച് നോക്കുക. എന്നിട്ട് എക്സാമിന് റെഡി ആയിരിക്കാം. ഓക്കെ.